വിസ പുതുക്കുന്നതിന് എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയുടെ അനുമതി പത്രം വേണമെന്ന നിബന്ധന വെച്ചതോടെ കുവൈറ്റിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള എഞ്ചിനീയർ ബിരുദധാരികൾ പ്രതിസന്ധിയിൽ. പുതിയ നിബന്ധന മൂലം നിരവധി പേർക്ക് ഇഖാമ പുതുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കുവൈത്തിലെ ഇന്ത്യൻ എഞ്ചിനീയർമാർ എംബസിയോട് അഭ്യർത്ഥിച്ചു. യോഗ്യത ഉറപ്പാക്കുന്നതിനാണ് എഞ്ചിനീയർമാരുടെ ഇഖാമ പുതുക്കുന്നതിന് മാൻപവർ അതോറിറ്റി പുതിയ നിബന്ധന വെച്ചത്. എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയുടെ NOC വേണമെന്നാണ് നിബന്ധന. കുവൈത്ത് എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയിലെ അംഗത്വ കാർഡോ അവർ നൽകുന്ന NOCയോ സമർപ്പിച്ചാൽ മാത്രം എഞ്ചിനീയറിംഗ് വിസ പുതുക്കിക്കൊടുത്താൽ മതിയെന്നാണ് തീരുമാനം. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ കോളേജിന്റെ അംഗീകാരവും ഗ്രേഡും ഉൾപ്പെടെ പരിഗണിച്ച് മാത്രമാണ് എഞ്ചിനീയേഴ്സ് സൊസൈറ്റി NOC നൽകുന്നത്. ഇന്ത്യയിൽ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം അടിസ്ഥാനമാക്കിയാണ് NOC നൽകുന്നത്. കേരളത്തിൽ നിന്ന് 18 കോളേജുകൾ മാത്രമാണ് ഈ ലിസ്റ്റിലുള്ളത്. 100-ലേറെ വരുന്ന അഫിലിയേറ്റഡ് കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ എഞ്ചിനീയർമാർ അംഗീകാരമില്ലാത്തവരായി വിസ പുതുക്കാനാവാതെ മടങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ്. NAC അക്രഡിറ്റേഷനുള്ള കോളേജുകൾ പോലും മതിയാവില്ല എന്നതാണ് അവസ്ഥ. കുവൈത്ത് എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പരീക്ഷയുൾപ്പെടെ കടുത്ത നിബന്ധനകളുമുണ്ട്. 70 ദിനാറാണ് പരീക്ഷാ ഫീസ്. പ്രതിവർഷം 20 ദിനാർ അംഗത്വം പുതുക്കാൻ നൽകണം. സബ്സ്ക്രിപ്ഷൻ ഫീസായി 30 ദിനാർ വേറെയും നൽകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ എഞ്ചിനീയേഴ്സ് സൊസൈറ്റി ആസ്ഥാനത്ത് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കമ്പനികൾ എഞ്ചിനീയർമാരോട് അടിയന്തരമായി എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്യാനും അംഗത്വം പുതുക്കാത്തവരോട് പുതുക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മീഡിയ 1 കുവൈറ്റ്. കുവൈത്തിൽ സർക്കാർ മേഖലയിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിനുള്ള സമയപരിധി നീട്ടി. 5 വർഷത്തിനുള്ളിൽ ലക്ഷ്യം നടപ്പാക്കൽ പ്രായോഗികമല്ലെന്ന് വിലയിരുത്തിയാണ് പദ്ധതി സമയം നീട്ടി നിശ്ചയിച്ചത്. പുതിയ തീരുമാനപ്രകാരം 2028 പൊതുമേഖലയിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം സാധ്യമാക്കേണ്ട വർഷം. നേരത്തെ 5 വർഷത്തിനുള്ളിൽ, അതായത് 2023 ആകുന്നതോടെ സർക്കാർ മേഖല പൂർണ്ണമായി സ്വദേശിവൽക്കരിക്കണമെന്നായിരുന്നു തീരുമാനം. ഇപ്പോഴത്തെ അവസ്ഥയിൽ 5 വർഷം കൊണ്ട് സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം പ്രായോഗികമല്ലെന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങൾ വിദേശ ജീവനക്കാരെ ആശ്രയിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്നു. ഈ മേഖലകളിൽ വിദേശികൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ചെയ്യാൻ പ്രാപ്തരായ കുവൈത്തികളെ കണ്ടെത്തുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. ബിരുദം നേടി പുറത്തിറങ്ങുന്ന കുവൈത്തി ഉദ്യോഗാർത്ഥികൾക്ക് മതിയായ പരിശീലനം നൽകാൻ കാലതാമസമെടുക്കും. അതുപോലെ ഇപ്പോൾ വിദേശികൾ ചെയ്യുന്നതും സ്വദേശികൾ ചെയ്യാൻ മടിക്കുന്നതുമായ നിരവധി ജോലികളുമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും ബദൽ സംവിധാനം നടപ്പിലാക്കാനും ചുരുങ്ങിയത് 10 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് സർക്കാരിന്റെ നിരീക്ഷണം. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിൽ റെന്റ് കാർ മേഖലയിലെ സ്വദേശിവൽക്കരണം നാളെ മുതൽ പ്രാബല്യത്തിൽ. സ്വദേശിവൽക്കരിച്ച 5 മേഖലകളിൽ വിദേശികളെ നിയമിച്ചാൽ 20,000 റിയാലാണ് പിഴ. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലാണ് നടപടികൾ. സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായാണ് പദ്ധതി. പുതുതായി സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തിയ റെന്റ് കാർ മേഖലയിൽ ഞായറാഴ്ച മുതലാണ് നടപടി പ്രാബല്യത്തിലാവുക. അക്കൗണ്ടന്റ്, വിൽപ്പന, സൂപ്പർവൈസർ, വാഹനമേൽപ്പിച്ചു കൊടുക്കൽ, ഏറ്റുവാങ്ങൽ എന്നീ ജോലികളിൽ പൂർണ്ണമായും സ്വദേശികളായിരിക്കണമെന്നതാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഈ ജോലികളിൽ വിദേശികളെ ജോലിക്ക് വെച്ചാൽ 20,000 റിയാൽ പിഴ ചുമത്തുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ജോലിക്കാരുടെയോ നിയമലംഘനത്തിന്റെയോ എണ്ണം ഇരട്ടിക്കുന്നതിനനുസരിച്ച് പിഴ സംഖ്യയും ഇരട്ടിക്കും. നിയമലംഘനം ശ്രദ്ധയിൽപ്പെടുന്നവർ തൊഴിൽ മന്ത്രാലയത്തിന്റെ 199111 എന്ന ഏകീകൃത നമ്പറിൽ വിളിച്ചറിയിക്കണമെന്ന് മന്ത്രാലയ വക്താവ് ഖാലിദ് അബെൽഗെയിൻ അഭ്യർത്ഥിച്ചു. സ്വദേശിവൽക്കരണം നടപ്പാക്കുന്ന സ്ഥാപനങ്ങൾക്ക് പുരുഷ ജോലിക്കാരുടെ ശമ്പളത്തിന്റെ 15%, വനിതാ ജോലിക്കാരുടെ ശമ്പളത്തിന്റെ 20% ധനസഹായമായി ലഭിക്കും. മന്ത്രാലയത്തിന് കീഴിലെ മാനവ വിഭവശേഷി ഫണ്ട് അനുവദിക്കുന്ന ഈ ധനസഹായം 2 വർഷക്കാലം ലഭിക്കുമെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. മീഡിയ 1 റിയാദ്. ഒമാനിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാതിരിക്കുന്നതിനെതിരെയും വൈകിക്കുന്നതിനെതിരെയും അധികൃതർ നടപടി കർശനമാക്കുന്നു. ഇത് തൊഴിൽ നിയമലംഘനമാണെന്ന് മാനവവിഭവശേഷി മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. സ്ഥാപനങ്ങൾ ശമ്പളം നൽകുന്നത് വൈകിക്കുന്നത് നിരീക്ഷിക്കാൻ പരിശോധന നടത്തുമെന്ന് മാനവവിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ കമ്പനികളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. തൊഴിൽ മാർക്കറ്റ് നിയന്ത്രിക്കുകയും തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലെ ബന്ധം ഊഷ്മളമാക്കുന്നതും മന്ത്രാലയത്തിന്റെ നയമാണെന്ന് ലേബർ വെൽഫെയർ വിഭാഗം ഡയറക്ടർ അൽബാദി പറഞ്ഞു. ഒമാൻ തൊഴിൽ നിയമങ്ങൾ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ്. ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളാണ് ഒമാൻ നിയമം അനുശാസിക്കുന്നത്. തൊഴിൽ നിയമം അനുസരിച്ച് ശമ്പളം നൽകുന്നത് 7 ദിവസത്തിൽ കൂടുതൽ വൈകിക്കുന്നത് നിയമവിരുദ്ധമാണ്. നിയമലംഘനം നടത്തുന്ന കമ്പനി അധികൃതരിൽ നിന്ന് പിഴ ഈടാക്കും. എല്ലാ ജീവനക്കാർക്കും വർഷത്തിൽ 30 ദിവസത്തിൽ കുറയാത്ത ശമ്പളത്തോടെയുള്ള വാർഷികാവധി നൽകണമെന്നും തൊഴിൽ നിയമത്തിൽ പറയുന്നു. വാർഷികാവധിയിൽ വീഴ്ച വരുത്താൻ കമ്പനികൾക്ക് അധികാരമില്ല.
കമ്പനിക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായി വരികയാണെങ്കിൽ ജീവനക്കാരെ അധിക സമയം ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്. എന്നാൽ അധിക ജോലി നൽകൽ ദിവസത്തിൽ 12 മണിക്കൂറിൽ കൂടുതൽ ആകാൻ പാടില്ലെന്നും നിയമത്തിലുണ്ട്. സമ്മതമുള്ള തൊഴിലാളികളോട് മാത്രമേ അധിക ജോലിയെടുക്കാൻ ആവശ്യപ്പെടാനും പാടുള്ളൂവെന്നും തൊഴിൽ നിയമത്തിൽ പറയുന്നു. തൊഴിൽ നിയമലംഘനത്തിനെതിരെ പരാതികൾ നൽകാൻ മന്ത്രാലയം പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്. ഗൾഫ് എയർ കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പ്രതിദിന സർവീസ് ആരംഭിക്കുന്നു. കുവൈത്ത് ബഹ്റൈൻ കോഴിക്കോട് റൂട്ടിൽ 2 സർവീസുകളും തിരിച്ച് 1 സർവീസുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ജൂൺ 15 മുതലാണ് സർവീസ് ആരംഭിക്കുക. കുവൈത്തിൽ നിന്ന് വൈകുന്നേരം 3 മണിക്ക് പുറപ്പെട്ട പുലർച്ചെ 4 മണിക്ക് കോഴിക്കോട് എത്തുന്നതാണ് ആദ്യ സർവീസ്. രണ്ടാമത്തെ സർവീസ് കുവൈത്തിൽ നിന്ന് വൈകിട്ട് 6:20 പുറപ്പെട്ട പുലർച്ചെ 4 മണിക്കെത്തും. എല്ലാ സർവീസുകളും ബഹ്റൈൻ വഴിയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് കുവൈത്തിലേക്കുള്ള വിമാനം ദിവസവും പുലർച്ചെ 4:50 പുറപ്പെട്ട രാവിലെ 10:40 ലക്ഷ്യസ്ഥാനത്തെത്തും. 46 കിലോ ബാഗേജും 7 കിലോ ഹാൻഡ് ബാഗും അനുവദിക്കും. കണക്ഷൻ ആണെങ്കിലും കോഴിക്കോട്ടേക്ക് കുവൈത്തിൽ നിന്ന് പുതിയ പ്രതിദിന സർവീസ് ആരംഭിക്കുന്നത് മലബാറിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരിക്കും. കുവൈത്ത് ആസ്ഥാനമായ ജസീറ എയർവേസും കോഴിക്കോട്ടേക്ക് സർവീസ് ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്. മീഡിയ 1, കുവൈത്ത്. പ്രവാസ സമൂഹത്തിന്റെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഒമാനിലെ ബൊറൈമി ഇന്ത്യൻ സ്കൂളിൽ 9-10 ക്ലാസുകൾ ആരംഭിക്കാൻ CBSEയുടെ അനുമതി. വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന സഹം ഇന്ത്യൻ സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് ചെയർമാൻ വിൽസൺ വി ജോർജാണ് സ്കൂളിന്റെ സെക്കൻഡറി പദവി സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഏപ്രിൽ 1 ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷം മുതൽ ഇവിടെ പുതിയ ക്ലാസുകൾ ആരംഭിക്കും. സൗജന്യ ടാക്സി സർവീസുകൾ ഒരുക്കി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. രാജ്യാന്തര സന്തോഷ ദിനമായ മാർച്ച് 20 ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നവരിൽ നിന്ന് തെരഞ്ഞെടുത്ത യാത്രക്കാർക്ക് സൗജന്യ യാത്രയും ആനുകൂല്യങ്ങളും അനുവദിക്കുക. 100 യാത്രക്കാർക്കാണ് സൗജന്യ യാത്രാ സൗകര്യം ലഭിക്കുക. വിമാനത്താവളങ്ങളിൽ നിന്ന് താമസ കേന്ദ്രങ്ങളിലേക്കായിരിക്കും സൗജന്യ സവാരി. ഇതിനു പുറമെ വിനോദസഞ്ചാരികൾക്ക് ഹത്ത ഡാം തടാകത്തിൽ സൗജന്യമായി കയാക്കിംഗ് നടത്താനുള്ള അവസരവും ലഭിക്കും. ഇവിടെയും തീർന്നില്ല. ഹാപ്പിനെസ് ബസ്സിൽ കയറി ദുബൈയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇവർക്ക് ചുറ്റിക്കറങ്ങാം. ജനങ്ങളിൽ കൂടുതൽ സന്തോഷം സൃഷ്ടിക്കുക, ആ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയതെന്ന് RTA ഡയറക്ടർ ജനറൽ മതാർ അൽ തായർ പറഞ്ഞു. സന്തോഷ ദിനത്തിന് വൻ വരവേൽപ്പ് തന്നെയാണ് ദുബൈ നൽകുക. ഹാപ്പിനെസ് വീക്ക് ലോഗോ പതിച്ചാണ് നഗരത്തിലെ ടാക്സികളും ബസ്സുകളും ഇപ്പോൾ സർവീസ് നടത്തുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഭക്ഷണ വിതരണവും മധുര വിതരണവും ഒരുക്കും. പൊതുഗതാഗത കേന്ദ്രത്തിലെ 14 വിഭാഗങ്ങളിലായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെയും ദിനാചരണ ഭാഗമായി ആദരിക്കാൻ പരിപാടിയുണ്ട്. മീഡിയ 1, ദുബൈ. ശരീരഭാരം കുറയ്ക്കാനുള്ള ഔഷധങ്ങൾക്കും പഥ്യാഹാര ചേരുവകൾക്കുമെതിരെ UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം 5 സർക്കുലറുകൾ പുറത്തിറക്കി. ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോ ടെൻഷൻ എന്നിവയ്ക്ക് കാരണമാകുന്ന ഉൽപ്പന്നങ്ങൾക്കെതിരെയാണ് മുന്നറിയിപ്പ്. അമേരിക്കയിലെ ഷെഡ് ഫാറ്റ് LLC കമ്പനിയുടെ ഷെഡ് ഫാറ്റ് മാക്സ് ക്യാപ്സ്യൂൾ, ബെല്ല ഓൾ നാച്ചുറൽ ഉൽപ്പാദിപ്പിക്കുന്ന ബെല്ല ഡയറ്റ് ക്യാപ്സ്യൂൾസ് എന്നിവ ഉപയോഗിക്കരുതെന്ന് സർക്കുലറിൽ അറിയിച്ചു. മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഹോസ്പിറ INCയുടെ ലാബറ്റലോർ ഹൈഡ്രോക്ലോറൈഡ് ഇഞ്ചക്ഷൻ പിൻവലിക്കാനും നിർദ്ദേശമുണ്ട്. ഈ ഉൽപ്പന്നം കമ്പനി തന്നെ സ്വമേധയാ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയത്തിലെ പൊതുജനാരോഗ്യ ലൈസൻസിംഗ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അമീൻ ഹുസൈൻ അൽ ആമിരി അറിയിച്ചു. ഔഷധോൽപ്പന്നങ്ങളും ഭക്ഷ്യ സപ്ലിമെന്റുകളും മന്ത്രാലയം തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ അമീൻ ഹുസൈൻ പറഞ്ഞു. വ്യാജ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മന്ത്രാലയം ജനങ്ങളെ ബോധവൽക്കരിക്കുകയും സമൂഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1, ദുബായ്. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് ഒലോമോയോ ബെനാർട്ട് അല്ലിയോട്ടുമായി ഖത്തർ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ അബ്ദുള്ള നാസർ തുർക്കി അൽ സവീഇ കൂടിക്കാഴ്ച നടത്തി. കാനഡയിൽ ഏവിയേഷൻ ആസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ മേഖലയിലെ വ്യോമ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറലിന് പുറമെ വിവിധ മേഖലയിലെ ഉന്നത വ്യക്തിത്വങ്ങളുമായും അദ്ദേഹം ചർച്ച നടത്തി. സൗദിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വീട്ടുവേലക്കാർക്ക് ഓൺലൈൻ കരാർ ഏർപ്പെടുത്തിയത് വേതന സുരക്ഷാ നിയമത്തിന്റെ ഭാഗമാണെന്ന് തൊഴിൽ മന്ത്രാലയ വക്താവ് ഖാലിദ് അബൽ ഖൈൽ. ഭീമൻ കമ്പനികൾ മുതൽ ചെറുകിട സ്ഥാപനങ്ങളിൽ വരെയുള്ള തൊഴിലാളികൾക്ക് മന്ത്രാലയം വേതന സുരക്ഷാ നിയമം നടപ്പാക്കിയിട്ടുണ്ട്. ശമ്പളം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഓരോ മാസവും സമയത്തിന് ശമ്പളം നൽകുന്നുവെന്നും തൊഴിലുടമ ഉറപ്പുവരുത്തണമെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. ഉയർന്ന തൊഴിൽ വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കപ്പെട്ട മലയാളി യുവാവ് 17 മാസമായി സൗദി ദമാമിലെ ജയിലിൽ തുടരുന്നു. മലയാളി ഏജന്റുമാർ മുഖേന ദമാമിലെത്തിയ കൊല്ലം കാട്ടാക്കട സ്വദേശി അബ്ദുൽ വാഹിദാണ് ജയിലിൽ കഴിയുന്നത്. സ്പോൺസർ ഒരുക്കിയ മദ്യക്കടത്തിലാണ് വാഹിദ് പിടിയിലായത്. റിയാദിൽ ജോലി ചെയ്തു വരുന്നതിനിടെ 1.5 വർഷം മുൻപാണ് മലയാളികളായ കിളിമാനൂർ സ്വദേശി കിങ്ങിണി എന്ന് വിളിക്കുന്ന ശ്രീരാജിനെയും വയനാട് സ്വദേശി ദിനേശനെയും കൊല്ലം കാട്ടാക്കട സ്വദേശി അബ്ദുൽ വാഹിദ് പരിചയപ്പെടുന്നത്.
ഇവർ വാഹിദിന് VIP ടാക്സി കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്തു. തുടർന്ന് ഹൗസ് ഡ്രൈവർ പണി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി. ശേഷം പുതിയ വിസയിൽ ദമ്മാമിലെത്തിയ വാഹിദിന് സ്പോൺസർ ബഹ്റൈനിൽ നിന്നും നൽകുന്ന ആളുകളെ ദമ്മാം എയർപോർട്ടിൽ എത്തിക്കുന്ന ജോലിയാണ് നൽകിയത്. ഇതിനായി പുതിയ ടൊയോട്ട പ്രാഡോ വാഹനവും വാഹിദിന്റെ പേരിൽ റെന്റേ കാർ കമ്പനിയിൽ നിന്നും സ്പോൺസർ എടുത്തു നൽകി. അബ്ദുൽ വാഹിദിന്റെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. സ്വന്തമായി വലിയ വിലക്ക് വാഹനം എടുത്തു കൊടുക്കുകയും അതോടുകൂടി തന്നെ ഇദ്ദേഹം അതിലൊരു പ്രത്യേകതരം അറ ബഹ്റൈൻ വഴിക്ക് മദ്യം കടത്താൻ വേണ്ടി ഒരു പ്രത്യേകം അറ നിർമ്മിക്കുകയും പുതിയ വാഹനം ദമ്മാം എയർപോർട്ടിലെത്തി ആളുകളെ ഇറക്കി കഴിഞ്ഞാൽ സ്പോൺസർ എത്തി എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വാഹനം തിരികെ വാങ്ങും. പകരം സ്പോൺസറുടെ വാഹനം അബ്ദുൽ വാഹിദിനും നൽകും. ഇതായിരുന്നു പതിവ്. ഇദ്ദേഹത്തിന് ഈ റെന്റേ കാർ കമ്പനി വാഹനം ഈ വാഹിദിന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. കാരണം വാഹനം പൂർണ്ണമായും അതൊരു മറ്റൊരു രീതിയിലേക്ക് മാറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത് റിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ വാഹനത്തിന്റെ കൊടുക്കാനുള്ള ബാക്കി അടവ് കൊടുക്കുക, ഇതൊന്നും അബ്ദുൽ വാഹിദിനെ സംബന്ധിച്ചിട്ട് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു തുകയാണത്. അബ്ദുൽ വാഹിദ് പിടിക്കപ്പെട്ടതറിഞ്ഞ ഉടനെ മറ്റ് 2 മലയാളികളും നാട്ടിലേക്ക് തിരിച്ചുപോയി. സ്പോൺസറെ സൗദി ഗവൺമെന്റ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വിവരങ്ങളൊന്നുമില്ല. അബ്ദുൽ വാഹിദിന്റെ കുടുംബം സാമൂഹ്യ പ്രവർത്തകൻ മുഖേന ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകി അനുമതി പത്രം നേടി തുടർ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണിപ്പോൾ. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. 38ാമത് പാരീസ് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഷാർജ പവലിയൻ ഏറെ ശ്രദ്ധേയമാകുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കഴിഞ്ഞ ദിവസം പവലിയനിൽ സന്ദർശനം നടത്തിയതും പ്രധാന വാർത്തയായി. UAE ഫ്രഞ്ച് ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിന്റെ പ്രത്യക്ഷ തെളിവ് കൂടിയായി മാറുകയാണ് പുസ്തകമേള. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി ആണ് ഇമ്മാനുവൽ മക്രോണെ സ്വീകരിച്ചത്. അറബ് മേഖലയുടെ സാംസ്കാരിക തലസ്ഥാനവും 2019 ലോക പുസ്തക തലസ്ഥാന പദവിയും അലങ്കരിക്കുന്ന നഗരമാണ് ഷാർജ. പവലിയനിൽ സുൽത്താനോടൊപ്പം ചുറ്റി നടന്ന മക്രോൺ UAEയുടെ സാംസ്കാരിക അടയാളങ്ങൾ ശ്രദ്ധയോടെ കാണുകയും വിശദമായി തന്നെ ചോദിച്ചറിയുകയും ചെയ്തു. പ്രസാധനം, വിവർത്തനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി ലോകോത്തര പുസ്തകമേള നടത്തുന്ന ഷാർജയുടെ മുന്നേറ്റത്തെ മക്രോൺ പ്രത്യേകം പ്രകീർത്തിച്ചു. സുൽത്താൻ രചിച്ച നിരവധി ഗ്രന്ഥങ്ങൾ ഫ്രഞ്ചിലേക്ക് വിവർത്തനം നടത്താനും തീരുമാനമായി. തിരക്കേറിയ നിരത്തുകളിൽ പരമ്പരാഗത വാദ്യഘോഷങ്ങളുമായി നീങ്ങുന്ന UAE കലാകാരന്മാർക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകി ഫ്രഞ്ച് ജനതയും കൂടെയുണ്ട്. ഷാർജ ഭരണാധികാരിയുടെ പത്നിയും സുപ്രീം കൗൺസിൽ ഫോർ ഫാമിലി അഫയേഴ്സ് ചെയർപേഴ്സണുമായ ഷെയ്ഖ ജവാഹർ ബിൻത്ത് മുഹമ്മദ് അൽ കാസ്മി, എമിറേറ്റ്സ് പ്രസാധക അസോസിയേഷൻ സ്ഥാപകയും CEOയുമായ ഷെയ്ഖ ബുത്തൂർ ബിൻത്ത് സുൽത്താൻ അൽ കാസ്മി, ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ റക്കാദ് അൽ അംറി തുടങ്ങിയവരുടെ സാന്നിധ്യവും പവലിയനിലുണ്ട്. സ്ഥിരം സ്വഭാവത്തിൽ ചർച്ചകളും സെമിനാറുകളും നടക്കുന്നു. അറബ് ഇസ്ലാമിക കലകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഏറ്റവും പ്രധാനം. മേള ഈ മാസം 19-ന് സമാപിക്കും. മീഡിയ 1, ഷാർജ. ബോളിവുഡ് സംഗീതജ്ഞനും ഗായകനുമായ സോനു നിഗമിന്റെ നേതൃത്വത്തിൽ ദുബായിൽ നടന്ന സംഗീതമേളയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ഗ്ലോബൽ വില്ലേജിലെ പ്രധാന വേദിയിൽ നടന്ന സ്റ്റേജ് ഷോയിലൂടെ ആസ്വാദകർക്ക് അവിസ്മരണീയമായ അനുഭവം തന്നെയാണ് സോനു നിഗം സമ്മാനിച്ചത്. ഹിന്ദി സിനിമാ ആസ്വാദകരുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു സോനു നിഗമിന്റെ ഓരോ ഗാനങ്ങളും. ജനപ്രിയ സിനിമാ ഗാനങ്ങൾക്കായിരുന്നു പരിപാടിയിൽ ഊന്നൽ. സദസ്സിന്റെ വികാര വിചാരങ്ങൾക്കൊപ്പം മണിക്കൂറുകൾ നിറഞ്ഞു പാടുകയായിരുന്നു സോനു നിഗം. വാർഷിക പരീക്ഷയെ തുടർന്ന് ലഭിച്ച സ്കൂൾ അവധി കൂടിയായതോടെ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തി. 22ാം സീസൺ അടുത്ത മാസാദ്യം അവസാനിക്കാനിരിക്കെ ഗ്ലോബൽ വില്ലേജിലെ പ്രധാന സ്റ്റേജുകളിൽ എല്ലാ വാരാന്ത്യ ദിവസങ്ങളിലും ബോളിവുഡ് ഗായക സംഘങ്ങളുടെ പരിപാടി ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്ത്യൻ സംഗീതവും നൃത്തരൂപങ്ങളും കോർത്തിണക്കിയ ബിയോണ്ട് ബോളിവുഡ് എന്ന ശീർഷകത്തിൽ നടക്കുന്ന പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചു വരുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ 1, ദുബൈ. സിറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ അൽ റാസി ഹോസ്പിറ്റലുമായി ചേർന്ന് സലാലയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹോസ്പിറ്റലിൽ നടന്ന ക്യാമ്പ് ISC ചെയർമാൻ മൻപ്രീത് സിംഗ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൗജന്യ പരിശോധനകളും നടന്നു. പ്രസിഡന്റ് ജോസ് ചാക്കോ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡോക്ടർ മുഹമ്മദ് റഫീഖ്, ബിനോയ് ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. ജിൻസ് തമ്പാൻ, ഫ്രെഡി, ഷാജു ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ദമാം അൽഖോബാർ തനിമ ഖുർആൻ സ്റ്റഡി സെന്റർ പഠിതാക്കളുടെ വാർഷിക പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 5 പേർ മുഴുവൻ മാർക്കും കരസ്ഥമാക്കി 1ാം സ്ഥാനം നേടി. KP ഹംസ, മുനവറ സയ്യിദ്, ഷഹർബാനു, റസീന നിസ, നിഷ നിസാർ എന്നിവർക്കാണ് 1ാം സമ്മാനം. വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും ഏപ്രിൽ 2ാം വാരം വിതരണം ചെയ്യും.
ബഹ്റൈൻ കേരളീയ സമാജം തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും യുണൈറ്റഡ് പാനൽ സ്ഥാനാർത്ഥികൾക്ക് വിജയം. നിലവിലെ പ്രസിഡന്റായ PV രാധാകൃഷ്ണപിള്ള നേതൃത്വം നൽകിയ പാനലിലെ സ്ഥാനാർത്ഥികളെല്ലാം വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. വോട്ടെണ്ണലിന്റെ ഫലമറിയാൻ രാത്രി നേരമേറെ വൈകിയും സമാജം ഹാളിൽ നൂറുകണക്കിന് പേരാണ് ആവേശത്തോടെ കാത്തിരുന്നത്. യുണൈറ്റഡ് പാനലിന്റെ ലീഡ് വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നതോടെ എല്ലാവരും ആവേശത്തിലായി. നിലവിലെ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ PV രാധാകൃഷ്ണപിള്ള നയിച്ച പാനലിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചതായി പ്രഖ്യാപനമുണ്ടായതോടെ അംഗങ്ങളുടെ ആവേശം ഉച്ചസ്ഥായിയിലായി. വാദ്യമേളങ്ങളും ആർപ്പുവിളികളുമായി വിജയാഘോഷം പിന്നെ ഏറെ നേരം നീണ്ടുനിന്നു. തനിക്കും യുണൈറ്റഡ് പാനലിനും നൽകിയ പിന്തുണക്ക് എല്ലാവരോടും നന്ദിയുണ്ടെന്ന് രാധാകൃഷ്ണപിള്ള പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജം എന്നും നിലനിർത്തിപ്പോരുന്ന ജനാധിപത്യ ബോധത്തിനും മതേതരത്വവും ബഹുസ്വതയും സംരക്ഷിക്കുവാനുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നത്. അതിൽ ബഹുജന പ്രസ്ഥാനങ്ങൾ മതേതരത്വയും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുടെ ഒരു വലിയ മഹത്തായ കൂട്ടായ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ വൻപിച്ച വിജയം നേടി. തങ്ങൾ ഉയർത്തിപ്പിടിച്ച മതേതരത്വ നിലപാടിന് സമാജാംഗങ്ങൾ നൽകിയ പിന്തുണയാണ് വിജയത്തിൽ പ്രതിഫലിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടെണ്ണലിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും യുണൈറ്റഡ് പാനലിലായിരുന്നു ലീഡ്. ആദ്യത്തെ 500 വോട്ടുകൾ എണ്ണിയപ്പോൾ തന്നെ പാനലിലെ സ്ഥാനാർത്ഥികൾ എതിരാളികളെക്കാൾ ഏറെ മുന്നിലെത്തിയിരുന്നു. 2 ഘട്ടങ്ങളിലായി 6 പ്രാവശ്യം സമാജം പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന PV രാധാകൃഷ്ണപിള്ളക്കും അദ്ദേഹത്തിനൊപ്പം നിന്ന ടീമിനും ഇത്തവണ വാശിയേറിയ മത്സരം നടന്നിട്ടും മികച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയം ലഭിച്ചത്. എതിർപക്ഷമായ പ്രോഗ്രസീവ് പാനലിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു. ആകെയുള്ള 1675 വോട്ടുകളിൽ 1373 എണ്ണമാണ് പോൾ ചെയ്യപ്പെട്ടത്. നാട്ടിലെ തെരഞ്ഞെടുപ്പുകളെ വെല്ലുന്ന ആവേശത്തോടെയായിരുന്നു ഇത്തവണ വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാജം സാക്ഷ്യം വഹിച്ചത്. ക്യാമറ പേഴ്സൺ ജോമോനോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. സ്ത്രീകളും പൊതുപ്രവർത്തനങ്ങളും എന്ന തലക്കെട്ടിൽ ഇന്ത്യൻ വെൽഫെയർ ഫോറം സലാലയിൽ ചർച്ച സംഘടിപ്പിച്ചു. IMI ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ തുറകളിലുള്ള സ്ത്രീകൾ പങ്കെടുത്തു. സാമൂഹികമായ കെട്ടുപാടുകൾ തന്നെയാണ് സ്ത്രീകളുള്ളതെന്നും നിലനിൽക്കുന്ന പുരുഷാധിപത്യ പൊതുബോധമാണ് ഇതിന് കാരണമെന്നും ISC മലയാള വിഭാഗം വനിതാ കോർഡിനേറ്റർ ഹേമ ഗംഗാധരൻ പറഞ്ഞു. വെൽഫെയർ ഫോറം വൈസ് പ്രസിഡന്റ് ജോളി രമേശ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സജന വിഷയം അവതരിപ്പിച്ചു. കഴിവുകളും ശക്തിയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് IMI വനിതാ വിഭാഗം പ്രസിഡന്റ് ഉമ്മുൽ വാഹിദ പറഞ്ഞു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. സ്വപ്ന സുനിൽ, ആശാ ഹരികുമാർ, സബീദ, യാസ്മിൻ ടീച്ചർ, സ്നേഹ, ജിജിന, മദീഹ, അനിത, അജിത്ത്, ഹുസ്നി എന്നിവർ സംസാരിച്ചു. വനിതാ ദിനാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ഷബീറ സ്വാഗതവും അഫീഫ നന്ദിയും പറഞ്ഞു. മീഡിയ 1 സലാല. ഖത്തറിലെ പ്രമുഖ ഫുട്ബോൾ ടീമുകളെ അണിനിരത്തി വാഴക്കാട് അസോസിയേഷൻ ദോഹയിൽ സംഘടിപ്പിച്ച 8ാമത് വാക്ക് പ്രീമിയർ ലീഗ് ടൂർണമെന്റിൽ അലി ഇന്റർനാഷണൽ FC ചാമ്പ്യന്മാരായി. വാക്ക് ഖത്തറാണ് ടൂർണമെന്റിലെ റണ്ണേഴ്സ് അപ്പ്. ദോഹ സ്റ്റേഡിയത്തിലെ നിറഞ്ഞ ഗ്യാലറിയെ സാക്ഷിയാക്കിയാണ് 8ാമത് MBM വാക്ക് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടം നടന്നത്. കരുത്തരായ മാക് ഖത്തറിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയ അലി ഇന്റർനാഷണൽ FC മേളയിലെ ചാമ്പ്യന്മാരായി. കളിയുടെ 33ാം മിനിറ്റിൽ സതീശനാണ് ഗോൾ വീഴ്ത്തിയത്. സ്പോൺസർമാരായ MBM ട്രാൻസ്പോർട്ട് CEO സെയ്ദ് മുഹമ്മദ് നസീർ ട്രോഫി സമ്മാനിച്ചു. മാർക്ക് MD ഷൗക്കത്ത് അലി താജാണ് റണ്ണേഴ്സപ്പായ മാക് ഖത്തറിന് ട്രോഫി നൽകിയത്. ടൂർണമെന്റിലെ മികച്ച താരങ്ങൾക്കുള്ള മെഡലുകളും ട്രോഫികളും ബ്രൈറ്റ് വേ MD റാഫിയും സമ്മാനിച്ചു. മത്സരത്തിന് മുന്നോടിയായി വർണ്ണാഭമായ മാർച്ച് പാസ്റ്റും റേഡിയോ സുനോ, റേഡിയോ ഒലിവ് ജോക്കികൾ മാറ്റുരച്ച പ്രദർശന മത്സരവും ദോഹ സ്റ്റേഡിയത്തിൽ അരങ്ങേറി. ഖത്തർ പോലീസ് സ്പോർട്സ് ഫെഡറേഷൻ ഓഫീസർ ലഫ്റ്റനന്റ് മുഹമ്മദ് സൽമാൻ സയ്യാർ അൽ മുഹമ്മദ്, ചലച്ചിത്ര താരം വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവരും ഖത്തറിലെ സാമൂഹിക, സാംസ്കാരിക, കായിക രംഗങ്ങളിലെ പ്രമുഖരും സമാപന ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. ഖത്തറിൽ നടന്ന ഏഷ്യൻ കമ്മ്യൂണിറ്റി ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ ടീം ഫൈനലിൽ പ്രവേശിച്ചു. ദോഹ സ്റ്റേഡിയത്തിൽ നടന്ന 1ാം സെമി ഫൈനൽ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജോർദാനെയാണ് ഇന്ത്യ 1 ഗോളിന് പരാജയപ്പെടുത്തിയത്. ഈ മാസം 30-ന് നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യൻ ടീം കരുത്തരായ ലെബനനെ നേരിടും. ഇന്ത്യൻ ടീമിന് ആവേശം പകർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരായ മഞ്ഞപ്പട ഖത്തർ ചാപ്റ്ററും ദോഹ സ്റ്റേഡിയത്തിൽ നിറഞ്ഞുനിന്നു. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ദമാമിലെ ഫുട്ബോൾ കളിക്കാരനും സംഘാടകനുമായ പാലക്കാട് ആലൂർ സ്വദേശി താജുദ്ദീന് ഫുട്ബോൾ കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. അഫ്താബ് സെവൻസ് ഫുട്ബോൾ മേളയുടെ വേദിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിൽഫ്രഡ് ആൻഡ്രൂസ് ഉപഹാരം സമ്മാനിച്ചു. സക്കീർ വള്ളക്കടവ്, അഷ്റഫ് തലപ്പുഴ, മുജീബ് കളത്തിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. യുവകലാ സാഹിത്യ ഷാർജയുടെ 2ാമത് CK ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരം അഡ്വക്കേറ്റ് YA റഹീമിന്
MCA നാസർ, തൻസി ഹാഷിർ, P ശിവപ്രസാദ് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. 2018 ദിർഹവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 22-ന് കൈമാറും. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റാണ് റഹീം. ബാഗേജ് മോഷണം തടയാനുള്ള പ്രധാന മാർഗം ലഗേജ് റാപ്പിംഗ് ആണ്. പോളിത്തീൻ ഉപയോഗിച്ച് യാത്രക്കാർക്ക് സ്വന്തമായി റാപ്പിംഗ് ചെയ്യാം. ഇത്തരം രീതികളെക്കുറിച്ച് യാത്രക്കാരെ ബോധവൽക്കരിക്കണമെന്ന് പ്രവാസികൾ പറയുന്നു. സിബ് ഉപയോഗിച്ച് അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന ബാഗേജുകളാണ് പലപ്പോഴും മോഷ്ടാക്കൾ ലക്ഷ്യമിടുന്നത്. ഒന്നുകിൽ സിബ് ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ബാഗേജ് പോളിത്തീൻ കൊണ്ട് പൊതിയുകയോ ആണ് സുരക്ഷിതമായ മാർഗം. എയർപോർട്ടിലെ റാപ്പിംഗ് നിരക്ക് കൂടുതലാണെങ്കിൽ വീട്ടിലും ബാഗേജ് റാപ്പ് ചെയ്യാം. ഇപ്പോൾ എയർപോർട്ടിൽ പോയാൽ എയർപോർട്ടിൽ 20-30 റംസ് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ അപ്പോൾ ഒരു പരിധി വരെ ഒരു 80% വരെ നമുക്കൊരു സേഫാന്ന് പറയാം. കറക്കാൻ കഴിയുന്ന സ്റ്റൂൾ ലഭിക്കുന്നില്ലെങ്കിൽ വലിയ പാത്രങ്ങൾ വെച്ചും ബാഗേജ് കറക്കി പോളിത്തീൻ റാപ്പിംഗ് ചെയ്യാം. സിബുകൾ പൂർണ്ണമായും കവറിന് ഉള്ളിലാണെന്ന് ഉറപ്പുവരുത്തണം. സിബുകൾ എളുപ്പത്തിൽ തുറക്കാനുള്ള അവസരം മോഷ്ടാക്കൾക്ക് നൽകാതിരുന്നാൽ മോഷണം ഒരു പരിധിവരെ തടയാം. ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു.